നമസ്കാരം. മലയാള സാഹിത്യ മേഖലയിൽ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ തുറന്നെഴുതിയാണ് മാധവിക്കുട്ടി മലയാളികളുടെ പ്രിയങ്കരിയാകുന്നത്. ഒരുപക്ഷെ മാധവിക്കുട്ടിക്ക് ശേഷം എഴുത്തിൽ സത്യസന്ധമായ അനുഭവങ്ങൾ കുറിച്ചിട്ട മറ്റൊരു കലാകാരിയാണ് ഇന്നലെ വിടവാങ്ങിയ അഷിത. എന്നും സ്വന്തം ജീവിതത്തിലേക്ക് തുറന്നു പിടിച്ച കണ്ണാടിയായിരുന്നു അഷിതയുടെ എഴുത്ത്. ജീവിതത്തിൽ വലിയ അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയി. അച്ഛന്റെ പീഡനങ്ങളെക്കുറിച്ച് തുറന്നെഴുതി. ആത്മഹത്യയെ അഭയം പ്രാപിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചും. മുംബൈ തെരുവിൽ വച്ച് അച്ഛൻ ഉപേക്ഷിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയാണ് താനെന്ന് അഷിത തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവായിരുന്നു അഷിതയുടെ വേദനകൾ വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതിതീക്ഷ്ണമായ ഈ അനുഭവങ്ങൾ മലയാളികളെ ശരിക്കും ഞെട്ടിച്ചു. മരണത്തെ പുലുക്കിയ രാജലക്ഷ്മിയുടെയും സരസ്വതി അമ്മയുടെയും മാധവിക്കുട്ടിയുടെയും അനുഭവങ്ങൾക്കൊക്കെ മുകളിലായിരുന്നു അഷിതയുടേത്. സ്വന്തം രക്ഷിതാക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന വേദനകളായിരുന്നു അവർ ഷിഹാബിനോട് തുറന്നു പറഞ്ഞത്. ക്യാൻസറിനോട് മല്ലിട്ടുകൊണ്ട് ജീവിക്കുന്ന സമയത്തായിരുന്നു ഈ തുറന്നു പറച്ചിൽ. അച്ഛനിൽ നിന്നാണ് തനിക്ക് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതെന്ന് അഷിത തുറന്നു പറഞ്ഞിരുന്നു. ഇതിൽ വായനക്കാരുടെ ഉള്ളുലച്ചത് അച്ഛൻ മുംബൈയിൽ ഉപേക്ഷിക്കാൻ ശ്രമിച്ച അനുഭവമാണ്. മുംബൈയിലെ തിരക്കേറിയ നഗരത്തിൽ അച്ഛൻ അഷിതയെ ഉപേക്ഷിച്ചു കടന്നു. അച്ഛൻ ധൃതിയിൽ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വാഹനങ്ങളുടെ അമിത വേഗം മുറിച്ചു കടക്കാൻ അച്ഛന് കഴിഞ്ഞില്ല. ഒടുവിൽ ഒന്നും അറിയാത്തതുപോലെ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ അഷിത ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. നീ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ലാഘവത്തോടെയായിരുന്നു അച്ഛൻ അന്ന് ചോദിച്ചത്. പിന്നീടൊരിക്കൽ മുംബൈയിലെ ആശുപത്രിയിൽ അച്ഛൻ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു. ഡോക്ടറെ കാണാൻ പോയതായിരുന്നു. ഡോക്ടർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛൻ മുങ്ങി. എന്നാൽ മകളെ അവിടെ ഉപേക്ഷിച്ച് പോകാനുള്ള അച്ഛന്റെ ശ്രമം സെക്യൂരിറ്റി ജീവനക്കാരൻ പിടിക്കുകയായിരുന്നു. പാസിൽ 2 പേരുണ്ടായിരുന്നു. അച്ഛൻ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റി പിടികൂടിയതായും അഷിത ഓർത്തെടുത്തിരുന്നു. ഒടുവിൽ മകളെയും കൂട്ടി മടങ്ങേണ്ടി വന്നു. 2 തവണ ഉപേക്ഷിക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും അതേ അച്ഛന്റെ അഭയത്തിൽ ജീവിക്കേണ്ടി വന്നുവെന്നും തുറന്നു പറയുന്നുണ്ട്. ജീവിതത്തിൽ പല ഘട്ടത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് ശ്രമിക്കുകയും ചെയ്ത അനുഭവം അഷിതയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. 17ാമത്തെ വയസ്സിലായിരുന്നു ഒരു ആത്മഹത്യാ ശ്രമം. ഈ ശ്രമത്തിൽ വളരെ അതിശയകരമായ തോൽവി പിണഞ്ഞു പോയെന്നാണ് അവർ പിന്നീട് പറഞ്ഞത്. ഇതോടെ മാനസിക രോഗമാണെന്ന് പറഞ്ഞ് വീട്ടുകാർ ഷോക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയെന്നും അഷിത തുറന്നു പറഞ്ഞിരുന്നു. പഠനമെല്ലാം നിർത്തി വീട്ടിലിരിക്കുന്ന സമയം അമ്മുമ്മയും അവരുടെ സഹോദരനും മാത്രമേ ഈ തറവാട്ട് വീട്ടിലുണ്ടായിരുന്നുള്ളൂ. മാൻഡ്രാക്സ് എന്ന ഗുളിക 13 സംഘടിപ്പിച്ച് ഉച്ചയ്ക്ക് ശേഷം കഴിച്ചു. അന്ന് ഫോണൊന്നുമില്ലാത്ത കാലമാണ്. അമ്മുമ്മ മുറിയുടെ മുന്നിലൂടെ പോകുമ്പോൾ അഷിത പറഞ്ഞു താൻ ഗുളിക കഴിച്ചിട്ടുണ്ട്, മരിക്കാൻ പോവുകയാണെന്ന്. സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥ. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്കൂൾ നേരത്തെ വിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബന്ധു വീട്ടിലെത്തി. അമ്മുമ്മ അവനോട് കാര്യം പറഞ്ഞു. അവൻ ഉടൻ തന്നെ കിലോമീറ്ററുകൾ അകലെയുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടി കമ്പൗണ്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് വയർ കഴുകാനുള്ള മരുന്ന് കുടിപ്പിച്ചു. പതിവിന് വിപരീതമായിട്ടായിരുന്നു അന്നത്തെ സംഭവങ്ങൾ. സ്കൂൾ നേരത്തെ വിടുന്നു. അവൻ മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടുമ്പോൾ പരിചയമില്ലാത്തൊരാൾ സൈക്കിൾ കൊടുക്കുന്നു. ആകസ്മികതകൾക്കൊടുവിൽ അഷിത രക്ഷപ്പെടുന്നു. എന്നാൽ ആത്മഹത്യാ ശ്രമത്തിന്റെ അടുത്ത സംഭവത്തെക്കുറിച്ച് അവർ പറയുന്നതാണ് എല്ലാവരെയും ശരിക്കും വേദനിപ്പിച്ചത്. ആത്മഹത്യ ചെയ്യാനായി കഴുത്തിൽ കയറൊക്കെ ഇട്ട് നിൽക്കുകയാണ് അഷിത. മകളുടെ ആത്മഹത്യാ ഭീഷണി അമ്മ കാണുന്നുമുണ്ട്. എന്നാൽ തൻ്റെ അമ്മ കാത്തിരിക്കുകയായിരുന്നു മകൾ കഴുത്തിൽ കുരുക്കിട്ട് ചാടിയിട്ട് കഴുത്ത് മുറുകുന്നത് കാണാൻ. എന്താ നീ കാണിക്കുന്നതെന്ന് ചോദിക്കുകയോ അച്ഛനെ വിളിക്കുകയോ ഉണ്ടായില്ല. അമ്മയുടെ ഈ പെരുമാറ്റം കണ്ടതോടെ ആത്മഹത്യാ ശ്രമം ഉപേക്ഷിച്ച് അഷിത ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു. അച്ഛനമ്മമാർ തമ്മിൽ നിലനിന്ന സംഘർഷവും ശീതസമരവും തുറന്നു പറഞ്ഞിരുന്നു അഷിത. മകളൊരു എഴുത്തുകാരിയാകുന്നത് കുടുംബം ഇഷ്ടപ്പെട്ടില്ല. പലതവണ വിലക്കിയും മർദ്ദിച്ചും നോക്കി. തുറന്നെഴുതിയത് തന്നെയായിരുന്നു പ്രധാന പ്രശ്നം. തീവ്രത നിറഞ്ഞു നിന്നതും. ഓരോ കഥ എഴുതുമ്പോഴും നീ എന്താ മാധവിക്കുട്ടിയാകാനാണോ ഭാവമെന്നായിരുന്നു വീട്ടുകാരുടെ ചോദ്യം. കൗമാരത്തിലും യൗവനത്തിലും കുടുംബമായിരുന്നു എഴുത്ത് വിലക്കിയിരുന്നതെങ്കിൽ രോഗവും ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ആത്മീയമായ അസ്വാസ്ഥ്യങ്ങളും അവരുടെ എഴുത്തിന് വിലങ്ങുതടിയായിട്ടുണ്ട്. പലവട്ടം എഴുത്തു നിർത്തി, വായന ഉപേക്ഷിച്ചു, സ്വന്തം മുറിയിലേക്ക് ഒതുങ്ങിക്കൂടിയിരുന്നു അവർ. ഇങ്ങനെ എഴുത്ത് ഉപേക്ഷിച്ച ഘട്ടത്തിൽ അഷിതയ്ക്ക് സഹായിയായത് ഗുരു നിത്യചൈതന്യയതിയായിരുന്നു. എഴുത്ത് പൂർണ്ണമായി ഉപേക്ഷിച്ച പേന ഉപേക്ഷിച്ച എഴുത്തുകാരിയെ മലയാളത്തിന് മടക്കി നൽകിയത് ഗുരുവായിരുന്നു.